ഹായ് ഫ്രണ്ട്സ്, ഓർമ്മ ഡിസൈൻസിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം വേണ്ടത് നമുക്കൊരു റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് വേണ്ടത് വൈറ്റ് ക്ലോത്ത്. അത് കഴിഞ്ഞിട്ട് വേണ്ടത് എംബ്രോയ്ഡറി സൂചി, സിസർ, എംബ്രോയ്ഡറി ത്രെഡ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു റിങ് എടുക്കുക, അതിൽ നിന്ന് അടിയത്തെ റിങ് ഊരിയെടുക്കുക, ഈ റിങ് ഈ ക്ലോത്തിൻ്റെ മേലെ വയ്ക്കുക. അതിൻ്റെ ശേഷം എംബ്രോയ്ഡറി ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് വയ്ക്കുക, എന്നിട്ട് പ്രസ് ചെയ്യാം. നല്ല ടൈറ്റിങ് ആക്കി വെക്കണം കേട്ടോ, നല്ല സൂപ്പറായി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് ടൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി. അതുപോലെ തന്നെ ഇന്നത്തെ എംബ്രോയ്ഡറിക്ക് വേണ്ടി ഒരു സ്കെയിൽ എടുക്കുക, പെൻസിലും എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് തന്നെ സ്കെയിൽ കൊണ്ട് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാം. സ്കെയിൽ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് ഒരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എംബ്രോയ്ഡറിൻ്റെ സൂചി എടുത്തു. അതിന് ശേഷം നമ്മൾ നൂലെടുത്ത് ഇപ്പം നൂല് കോർത്തു ഇത്ര ഇതായിട്ട് ഇവിടെ നിർത്തുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് എത്രയാണോ കുറച്ചെടുത്താൽ മതി. ശേഷം ഇത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം. ഇതാണ് നമ്മളുടെ, അതായത് തുടക്കത്തിലുള്ളതാണ് ഇവിടെ. ഇതിൽ നിന്ന് നമ്മൾ ഇവിടെ ഒരെണ്ണം കൂടെ ഒരു 3 ഡോട്ട്സ് ഇട്ടു. 1 2 3. ഓക്കെ, ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 2 3. ഓക്കെ, പിന്നെ നമ്മൾ ഫസ്റ്റ് 2-ൻ്റെ അവിടെയാണ് കുത്തുന്നത്. ഓക്കെ, 2-ൻ്റെ അവിടെ കുത്തി മേലേക്ക് എടുത്തു, 1-ൻ്റെ അവിടേക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? എന്നിട്ട് 3-ൻ്റെ അവിടെ കുത്തി എടുത്തു, ഇതാ 2-ൻ്റെ അവിടേക്ക്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ 4 5 6 ഒക്കെ ആവുകയാണെങ്കിൽ ഇപ്പം ഐഡിയ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത്ര ഉള്ളൂ. എൻഡിങ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ ഇങ്ങോട്ട് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ സൈഡ്സിലായിരിക്കും കേട്ടോ വരുന്നത്. ഇവിടെ തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കുക. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് എംബ്രോയ്ഡറീൻ്റെ സൂചി വാങ്ങിക്കണം കേട്ടോ. സാധാ സൂചി ഇട്ട് ആരും ചെയ്യരുത്. എംബ്രോയ്ഡറീൻ്റെ സൂചി തന്നെ വാങ്ങിക്കുക. ആ എംബ്രോയ്ഡറീൻ്റെ സൂചിക്ക് മൊന ഉണ്ടാവില്ല അധികം. അത് കാരണം തന്നെ നിങ്ങളെ ക്ലോത്ത് നാശാവത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ബാക്ക് സ്റ്റിച്ച്. ബാക്ക് സ്റ്റിച്ച് ഇതാണ്. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇത് മനസ്സിലാവാത്തവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്താലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ബാക്ക് സ്റ്റിച്ച് മനസ്സിലായോ? ബാക്ക് സ്റ്റിച്ച് കൊണ്ടുള്ള അടുത്ത വീഡിയോസിനായി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓർമ്മ ഡിസൈൻസിന്റെ ബൈ ബൈ. ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്ത് നോക്കിയാലോ? ഇത് കഴിഞ്ഞിട്ട് ഒരു മോട്ടീവും കൂടെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് സൂചി എടുത്തിട്ട് ഇതാ ഇവിടെ ഇങ്ങോട്ട് സൂചി കുത്തി എടുക്കുക. ഇത് എളുപ്പമുള്ള ഒരു ചെയിനാണ് പഠിപ്പിച്ചു തരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം സെയിം ആയിട്ട് അവിടെ തന്നെ സൂചി കുത്തി ഇറക്കുക. പഠിക്കുന്നവർക്ക് വളരെ എളുപ്പമുള്ളൊരു ഇതാണ് കേട്ടോ ഈ മെത്തേഡ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇവിടെ ഇങ്ങനെ വെക്കുക. ഇതിങ്ങനെ വന്നില്ലേ? അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സൂചി കുത്തുക. ഉള്ളിൽ തന്നെ സൂചി കുത്തുക, എടുക്കുക. സെയിം ആയിട്ടുള്ള അവിടെ തന്നെ റിട്ടേൺ സൂചി കുത്തുക, എടുക്കുക. 2-3 തരത്തിലൊക്കെ ചെയ്യാം കേട്ടോ ചെയിന്. ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഇതാ ഇങ്ങനെ ആയി. എന്നിട്ട് രണ്ടാമത്തെ ചെയിൻ്റെ അവിടെ വരുമ്പോൾ ഇതിപ്പോൾ ഒത്തിരി ഉള്ളത് കാരണമാണ് കേട്ടോ, ഹെവി ആയിട്ടുള്ള ചെയിൻ ആയത് കാരണമാണ് ഇങ്ങനെ വരുന്നത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ എടുക്കാം, കുത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേറൊരു രീതി കാണിച്ചു തരാം. ഇവിടെ നിന്ന് സൂചി എടുത്ത് ഒന്നും കൂടെ കുത്തുക ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ആക്കുക. ഇതാ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയിൻ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതാ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഇങ്ങനെ സൂചി കുത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇത് ഇതേപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. രണ്ട് രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ചെയിനായിട്ട് വരണം. നമ്മളെ കൈ ചെയിൻ, സച്ചിൻ ചെയിനൊക്കെ ഇല്ലേ, ആ ചെയിൻ പോലെ തന്നെ വരണം. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ആരി വർക്കിലേക്ക് പോകുന്നത് കേട്ടോ ക്ലാസ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളി തന്നെ കുത്തിയിട്ട് ഇങ്ങനെ വയ്ക്കുക. കഴിഞ്ഞതിന് ശേഷം ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഏറ്റവും എൻഡിങ് ആകുമ്പോൾ ഒരെണ്ണം കൂടെ ചെയ്തിട്ട് നമുക്ക് എൻഡിങ്ങിലേക്ക് വിടാം. ചെയ്തു കഴിഞ്ഞതിന് ശേഷം എൻഡിങ് ആകുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ കുത്തി ബാക്കിൽ കൂടി എടുത്ത് ഇവിടെ ഒരു ചെറുതായിട്ട് ഒന്ന് കുത്തതിന് ശേഷം ഇതിങ്ങോട്ട് സൂചി എടുന്ന് വലിക്കുക, കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഇനി ഈ 2 സ്റ്റിച്ച് വെച്ച് നമുക്കൊരു മോട്ടീവ് തയ്യാറാക്കിയാലോ. ആദ്യമായിട്ട് ഒരു റൗണ്ട് വരച്ചു, ഇങ്ങനെ ഒരു ചെറിയൊരു റൗണ്ട് വരച്ചു. ഈ റൗണ്ട് വരച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്ന ബാക്ക് സ്റ്റിച്ചാണ്. കുറച്ച് ലോങ് ആയിട്ട് കുത്തിക്കോ കേട്ടോ ബാക്ക് സ്റ്റിച്ച്. നമ്മളിതിൽ മോട്ടീവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലോങ് ആയിട്ട് കുത്തി. ഇനി അടുത്തതും ഇതേപോലെ തന്നെ എടുത്തു. എന്നിട്ട് ഇതും നമ്മൾ കുറച്ച് ലോങ് ആയിട്ട് കുത്തി. മൂന്നാമത്തെ എടുത്തു. ഇതാ ഇവിടെ കുത്തി. മൂന്നാമത്തേത് ഇവിടെ എടുത്തു. ഇതിങ്ങോട്ട് കുത്തി. എന്നിട്ട് നമുക്കിതിനൊരു കെട്ടിടാം. കെട്ടിട്ട് വലിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ കുറച്ച് കുത്തിട്ട് കൊടുക്കാം. നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കറക്റ്റായിട്ടുള്ള ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമുക്കൊരു കുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കണ്ട ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുത്തി സൂചി കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുക്കണം കേട്ടോ.
ഇവിടെ, അതായത് ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. ഇതാ വെച്ചു. എന്നിട്ട് ഈ കുത്തിയ ഇതില്ലേ അവിടെ തന്നെ ഇത് കൊണ്ട് വെക്കണം കേട്ടോ. അത്രയും ഡിസ്റ്റൻസ് വേണം. ഈ കുത്ത് ഇട്ടില്ലേ നമ്മൾ, അവിടെ തന്നെ ഇത് അവിടം വരെ തന്നെ വെക്കണം കേട്ടോ. അവിടം വരെ വെക്കണം. എന്നിട്ട് കുറച്ച് ഇങ്ങോട്ടാക്കി അടുത്ത് നമ്മൾ എടുക്കുകയാണ്. ഇത് കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് എടുത്തിട്ട് ഇവിടെ തന്നെയാണ് കുത്തണ്ടേ. രണ്ടാമത്തതും ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഇതേ ഡിസ്റ്റൻസിൽ തന്നെ ചെയ്യണം. കുറേ തരത്തിൽ നല്ല വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഇത്. എന്നിട്ട് അടുത്തേയും കൈ ഇങ്ങനെ പിടിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ടാക്കിയിട്ട് ഇനിയും ചെയ്യാം കേട്ടോ. അതിൽ എത്ര എണ്ണം നമ്മൾ ഫസ്റ്റത്തെ ഇതിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലതായിരിക്കും. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഫ്ലവറായിട്ട് ഇത് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് റൗണ്ട് ചുറ്റും ഇങ്ങനെ ചെയ്തെടുക്കണം. അടുപ്പിച്ച് ചെയ്യണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ആ ഭംഗി കിട്ടുള്ളൂ. നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഇത് ലോക്കിങ് കൂടെ ചെയ്താൽ ഭയങ്കര അടിപൊളി ഇതളുകളായിട്ട് കിട്ടും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം. ഈ ക്ലാസ്സിൽ ഇങ്ങനത്തെ പെട്ടെന്ന് ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവത്തില്ല. അപ്പോൾ ചോദിക്കണം കേട്ടോ. മനസ്സിലാവാത്ത പോർഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം. ചോദിച്ച് നമുക്ക് പഠിച്ച് പോവാം. ഇങ്ങനെ കൈ വെക്കണം കേട്ടോ. ഇവിടെ കൈ വെക്കാണ്ട് നിൽക്കരുതേ. ഇങ്ങനെ കൈ വെക്കണം. നല്ലോണം ചോദിച്ച് പഠിക്കണം. എന്നാലോ നമ്മൾ ഈ വീഡിയോ ഇടുന്നതിലൂടെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എല്ലാവരും മനസ്സിലാക്കാണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് വിട്ടുപോകും, സൗണ്ടായി വരും കേട്ടോ. കാരണം ഞാൻ അവിടുന്ന് കൈ എടുക്കാത്ത ആ ഒരു ഇതിൻ്റെ ഭംഗി അവിടെ നഷ്ടപ്പെട്ടു പോകും. അത് കാരണമാണ് കൈ എടുക്കാതെ. കണ്ടോ, ഇത് കണ്ടോ വരുന്നത്, കണ്ടോ നല്ല ഭംഗിയായിട്ട് വരുന്നത് കണ്ടോ. അടുപ്പിച്ച് ചെയ്യണം. ഇങ്ങനെ നമുക്ക് ചുറ്റും ചെയ്തെടുക്കാം. ഇത് പൂവായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുത്തിയിട്ട് ഇതൊരു പൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് നമുക്കൊരു വൈറ്റും കൂടെ വെക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു പൂവ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പൂവിൻ്റെ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് സാധാ പോലത്തെ ഒരു മുത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു മുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുത്തൊന്ന് നമുക്ക് അതിൻ്റെ നടുക്കൊന്ന് കൊടുത്ത് നോക്കാം. ഈ മുത്ത് കൊടുക്കുമ്പോൾ ഏതാണോ മുത്ത് കൊടുക്കുന്നത് ആ കളറിലുള്ള നൂല് വേണം എടുക്കാൻ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഫ്ലവർ കണ്ടോ, എത്ര ഭംഗിയായിട്ട് ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുത്തത് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ചെയിൻ സ്റ്റിച്ച് കൊണ്ടുള്ള ഫ്ലവർ മനസ്സിലായില്ലേ? അപ്പം അടുത്ത ക്ലാസ്സിനായി എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓർമ്മ ഡിസൈൻസിന് ബൈ.